മറ്റൊരു സംഭവം എന്നത് സംസ്ഥാനത്തെ ബീച്ചുകളിലും ജലാശയങ്ങളിലൊക്കെ അപകടങ്ങൾ പതിവാകുന്നു എന്നതുകൂടിയാണ്. കാരണം കടൽ തീരത്തോട് ചേർന്ന വലിയ പാറക്കെട്ടുകളൊക്കെ തിരുവനന്തപുരം ആഴിമലയിൽ ഉണ്ട്. അവിടെ പലപ്പോഴും നമ്മൾ ഈ അപകടങ്ങൾ കാണാറുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ചൂടുകാലമായതുകൊണ്ട് ആളുകൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ കടൽ തീരത്തേക്ക് പോവുക അല്ലെങ്കിൽ ജലാശയങ്ങളുടെ സമീപത്തേക്കൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുന്ന കാര്യമാണ്. ഒപ്പം സെൽഫി എടുക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി പലപ്പോഴും അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ആഴിമല ക്ഷേത്രത്തിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് പ്രശസ്തമായ ഗംഗാധരേശ്വര ശില്പം. ഈ ശില്പം കാണാനും ക്ഷേത്രത്തിൽ തൊഴാനുമായിട്ട് നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതെന്ന് പറയാം. ഭക്തജനങ്ങൾ മാത്രമല്ല, വിനോദസഞ്ചാരികൾ അടക്കം ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് എന്ന് തന്നെ പറയാം. അതിന് പിന്നിലായി നമുക്ക് വിശാലമായിട്ടുള്ള കടൽ കാണാം. ഒരുപാട് അപകടങ്ങൾ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടെ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പറയാം. ആ 2 വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 17 മരണങ്ങളും 50-നടുത്ത് അപകടങ്ങളുമാണെന്ന് പറയാം. പ്രധാനമായും ആഴിമലയിലെ 2 ഇടങ്ങളിലാണ് അപകടങ്ങൾ പതിവായി സംഭവിക്കാറുള്ളത്. ഈ കാണുന്ന പ്രദേശത്താണ്. വളരെ ശാന്തമായി കിടക്കുന്ന ഒരു കടൽ തീരം, കടൽ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മണൽ മുഴുവൻ കടലിലേക്ക് ഇറങ്ങുകയും തിര അടിച്ചു കയറുകയും ചെയ്യും. അവിടേക്ക് ആളിറങ്ങുന്നതും അതൊക്കെ വലിയൊരു അപകടം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ്. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ഒരിടം ഈ കാണുന്ന പാറക്കെട്ടാണ്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും തിര അടിച്ചു കയറുന്നത് വളരെ കുറവായി തോന്നുമെങ്കിലും ഇവിടേക്ക് വളരെ ശക്തിയിൽ തിരയടിച്ച് ആരെങ്കിലും നിപ്പുണ്ടെങ്കിൽ അവരെ ചുറ്റിയടിച്ച് കടലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ശക്തമായി തിരയടിക്കുന്നതെന്ന് തന്നെ പറയും. ഇപ്പം നമ്മളോടൊപ്പം ക്ഷേത്രത്തിലെ ട്രസ്റ്റ് സെക്രട്ടറി ഉണ്ട്, വിജേഷ്. നമ്മൾ ഈ കാണുന്നത് പോലെ അത്ര ശാന്തമല്ല ആഴിമലയിലെ ആഴിയല്ലേ? തീർച്ചയായിട്ടും വളരെ ഏഷ്യയിലെ തന്നെ ആഴം കൂടിയ ഒരു കടൽ തീരമാണ് ആഴിമല ശിവക്ഷേത്രം ഉൾപ്പെടുന്ന ഈ പ്രദേശം. ഇവിടെ കൂടുതലായി അപകട സൂചനാ ബോർഡുകൾ വെക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ആവശ്യം, ദീർഘകാലത്തെ ഒരു ആവശ്യമാണ് ഈ പ്രദേശത്ത് ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടാകേണ്ടത്. വഴുവഴുപ്പുള്ള പാറക്കെട്ടുകളാണ്. അവർ സെൽഫി എടുക്കുവാൻ പോകുന്ന സമയത്താണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഉടൻ തന്നെ കടൽ എടുത്തുകൊണ്ടുപോയാൽ ഉടൻ തന്നെ മരണം സംഭവിക്കുന്ന അവസ്ഥയാണ്. തനിയൊക്കെ ആളുകൾ പോയി കഴിഞ്ഞ് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്തേക്ക് ആ വിവരം അറിയാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഈ അപകടത്തിൽ ആളുകൾ പെട്ടാൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതും വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെയായാലും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. ഇവിടെ എത്തുന്ന ആളുകളുടെ ജീവന് സംരക്ഷണം നൽകണം. അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യണം എന്നാണ് ഇവിടെയുള്ള ആളുകൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സജികുമാറിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.